ഇന്ത്യയിൽ ശരിക്കും 2023 ടൈമില് ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി കൊണ്ടുവരും എന്നുള്ളൊരു അനൗൺസ്മെന്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുക? ബാറ്ററി സ്വാപ്പിംഗ് ഭയങ്കര ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ലോക്കൽ ടെറിട്ടറിയിൽ ഒരു സ്പെസിഫിക് മോഡൽ ഓഫ് ബാറ്ററി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മോഡൽ ഓഫ് ബൈക്ക് വെച്ചിട്ട് നമുക്ക് ആ മോഡൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. തായ്വാനിൽ ഒരു കമ്പനി ഉണ്ട്, ഗോഗോറോ എന്ന് പറഞ്ഞിട്ട്. അവർ സക്സസ്ഫുൾ ആണ്. പക്ഷെ തായ്വാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത്രേ ഉള്ളൂ. കേരളത്തിനെക്കാട്ടി ചെറുതായിരിക്കും, പക്ഷേ പോപ്പുലേഷൻ കേരളത്തിനായിട്ട് കുറവാണ്. അങ്ങനെ ഒരു റീജിയനിലെ എൻറ്റയറിറ്റി ഓഫ് എ റീജിയനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി സ്വാപ്പിംഗ് ക്യാൻ ബി സംവോട്ട് സക്സസ്ഫുൾ. പക്ഷേ ബാറ്ററി സ്വാപ്പിങ്ങിന് കുറച്ച് ഇൻഹറന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ഇലക്ട്രിക് വണ്ടിയെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പാർട്ട്, അല്ല അതിന്റെ ഏറ്റവും കോസ്റ്റ് ഇന്റൻസീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി സ്വാപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാറ്ററി ഓൺ ചെയ്യുന്നില്ല എഫക്റ്റീവ്ലി. അപ്പോൾ ഈ ബാറ്ററിയുടെ വാറണ്ടി അല്ലെങ്കിൽ ഹെൽത്ത് അത് ആരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഒരു മാനുഫാക്ചർ എന്ന രീതിയിൽ ഞാനൊരു ബാറ്ററി സ്വാപ്പിംഗ് വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എത്ര നാൾ നേരത്തിൽ ഓടുന്നു അത്രയും നാളും ആ വണ്ടിയുടെ ബാറ്ററിയുടെ ലയബിലിറ്റി എന്റേതാണ്.